السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരും സദാ വർഷിപ്പുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അറിയിക്കുകയാണ് അറിവ് നേടിയെടുക്കേണ്ടതിനെ കുറിച്ചിട്ട്. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ പലതരത്തിലുള്ള ഇൻഫർമേഷൻസും നോളേജും സംസാരങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. എല്ലാം കേൾക്കണമോ, എന്താണ് അതിൽ പിന്തുടരേണ്ടത് എന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത് ഇപ്രകാരമാകുന്നു: അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വ ഉലൈക ഹുമുൽ ഉലുൽ അൽബാബ്. അതായത് വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്, അത്തരം ആളുകൾക്കാകുന്നു അള്ളാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. ബുദ്ധിമാന്മാർ ആരെന്നുള്ളതിൻ്റെ വിവക്ഷയാണ് മേൽ ഉദ്ധരിച്ച ആയത്ത്. നല്ല കാര്യങ്ങൾ അത് നല്ലതാണെന്ന് മനസ്സിലാക്കി തരാനുള്ള ഉത്തരവാദിത്വവും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള ബുദ്ധി അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് കാണിച്ചു തരികയും പ്രവർത്തിച്ചു തരികയും ചെയ്തത്. സത്യം അസത്യത്തിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറയുകയാണ്: വഖുൽ ഹഖ്ഖു മിൻ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ ഫമൻ ശാഅ ഫൽയക്ഫുർ. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറയുകയാണ്, ഇപ്പോൾ നീ പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ നാഥൻ നിന്നുള്ള സത്യം ഇതാ, ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ അവിശ്വസിക്കട്ടെ. രണ്ട് വഴികളും കാണിച്ചു തന്നുകൊണ്ട് പറഞ്ഞു: ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. നന്മയുടെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് നന്ദിയുള്ളവനാകുവാനും മോശമായ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് അക്രമകാരിയാകുവാനും ഉള്ള ചോയ്സ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. മനുഷ്യത്വമുള്ള മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള നോളേജാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇതിൽ ഏറ്റവും പരമപ്രധാനം സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാകുന്നു. ആരാണ് നമ്മുടെ സൃഷ്ടാവ്, ആരാണ് നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത്? ഹുവല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർള് റഫഅ ബഅദകും ഫൗക ബഅദിൻ ദർജാത്ത് ലിയബ്ലുവകും ഫീമാ ആതാകും. അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് അയച്ചത്. നമ്മളെ വ്യത്യസ്തരായ കഴിവുകളുള്ള ആളുകളായി പടച്ചു. എന്തിനെന്ന് വെച്ചാൽ നമ്മൾക്ക് നൽകിയ കഴിവുകളിൽ നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. കഴിവാണോ നമ്മൾക്ക് നൽകിയിട്ടുള്ളത്, ആ കഴിവിൽ മികച്ചതാണോ അല്ലയോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി. നാം ഭൂമിയിൽ ഒരു യാത്രക്കാർ മാത്രമാകുന്നു. നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ ഒരു ട്രാൻസിറ്റ് യാത്രക്കാരൻ മാത്രമാകുന്നു. അള്ളാഹുവിന് മാത്രമേ അറിയൂ നമ്മളെക്കുറിച്ച്, നമ്മൾ എന്താണ് നാളെ സംഭവിക്കുക എന്നുള്ളത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വലാ തദ്രി നഫ്സും ബിൽ അയ്യിൽ അർളു തമൂത്ത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കലാണ് അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ്. അവൻ മഴ പെയ്യിക്കുന്നു, ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിക്കുവാനുമാകുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾക്ക് ഉപകാരപ്പെടുന്ന അറിവാണ് നേടിയെടുക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വഅമലൻ മുതഖബ്ബല റിസ്ഖൻ ഹലാലൻ ത്വയ്യിബ വഖൽബൻ ഖാശിയ. അല്ലാഹുവേ, നീ എനിക്ക് ഉപകാരപ്പെടുന്ന അറിവ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, നീ എൻ്റെ പ്രവർത്തനങ്ങൾ നിനക്ക് ഇഷ്ടമുള്ളതും സ്വീകാര്യപ്രദവുമായിരിക്കണമേ. അല്ലാഹുവേ, നിനക്ക് ഹലാലും തയ്യിബുമായ രുചികരമായ ഭക്ഷണവും അത് ഹലാലുമായിരിക്കണമേ. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിൽ നീ വിശാല നൽകണമേ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.